ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡോറി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ടല്ല ഇത്രയും തിന്നായിട്ട് ഡോറി ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പിടുത്തുള്ള സ്ട്രെയിറ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് ഡോറിക്ക് ഒരുപാട് ലെങ്ത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു ത്രെഡ് വേണം. ഞാനിവിടെ പൈപ്പിംഗ് ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എത്ര വലിച്ചിട്ടും ആ ത്രെഡ് പൊട്ടുന്നില്ല. അപ്പം അതേപോലെ കട്ടിയുള്ള ഒരു ത്രെഡ് എടുക്കുക. അത് നിർബന്ധമാണ് കേട്ടോ. മെയിൻ ഫാബ്രിക്കിന്റെ ഉള്ളിലായിട്ട് ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചതിന് ശേഷം ചോക്ക് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് വൈഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ഡോറിക്ക് തിക്നെസ് വേണ്ടത് വെച്ചാൽ ആ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വൈഡ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ത്രെഡിന്റെ മുകളിൽ സ്റ്റിച്ച് കൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ത്രെഡിന്റെ അടുത്ത് കൂടിയായിട്ട് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഡോറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സിംഗിൾ പോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് തിന്നായിട്ടുള്ള ഡോറി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം താഴെ ഇരിക്കുന്ന ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് ചുരുങ്ങി വരും, ഒന്ന് സ്ട്രിങ്ക് ആയിട്ട് വരും. മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് വൈഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഈ സീം എലമെന്റ്സ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ ഇരിക്കുന്ന ത്രെഡ് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡോറി കൺവേർട്ട് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പം നാളെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഡോറിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്